അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്. 2400 രൂപയ്ക്ക് സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തെ പലിശ 384 രൂപ ആയാൽ പലിശ നിരക്ക് എത്ര? അപ്പോൾ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I=PNR/100 ആണ്. ഓക്കെ ആണല്ലോ. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പലിശ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടുത്തെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതിനെ I കൊണ്ട് ഗുണിക്കുക. അപ്പം I×100 ബൈ ഈ PN എവിടെ പോവും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുവായതുകൊണ്ട് താഴെ വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. അപ്പം PN. ഇനി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? P എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഇവിടുത്തെ പൈസ എത്രയാണോ അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. എത്രയാണ്? 2400 രൂപയാണ്. അപ്പോൾ 2400. ഇനി എത്ര വർഷമാണ്? N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷമാണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അതെത്രയാണ്? 2. അടുത്തത് ഇവർക്ക് കിട്ടിയ പലിശ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് I എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പലിശ എത്രയാണ്? 384. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. I എത്രയാണ്? 384 × 100 ബൈ P 2400 × 2 ക്യാൻസലായിപ്പോയി. ഇനി 384 ബൈ 48. അപ്പോൾ 48 × 8 ആണ് 384 എന്ന് പറയുന്നത്. അപ്പോൾ 48 × 8. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടും? 8% എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര നമുക്ക് കിട്ടി? 8%. അപ്പോൾ ആൻസർ എന്താണ്? 8 ആണ് ആൻസർ.